രാഹുൽ മാങ്കൂട്ടത്തിനെ 3 ദിവസം പോലീസ് കസ്റ്റഡി കൊടുത്തു. പോലീസിൻ്റെ റിക്വസ്റ്റ് അനുസരിച്ചാണ് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി 3 ദിവസം പോലീസ് കസ്റ്റഡി കൊടുത്തത്. ഏതായാലും പോലീസ് ആവശ്യപ്പെട്ട പോലെ 7 ദിവസം കസ്റ്റഡി കൊടുത്തില്ല. ഈ കേസിൻ്റെ നിയമവശങ്ങൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ഇത് നിലനിൽക്കുന്ന ഒരു കേസാണെന്ന് കരുതുന്നില്ല. കാരണം ഇലക്ട്രോണിക്സ് മീഡിയയിൽ കൂടിയാണ് പരാതി വന്നത്. അവർ വിദേശത്താണ്. ആ പരാതി സ്വീകരിക്കാം. അങ്ങനെ വരുന്ന പരാതി അത് ആ കക്ഷി 3 ദിവസത്തിനകം SHOയുടെ മുമ്പിൽ വന്നിട്ട് അവിടെ ഒരു മൊഴി കൊടുക്കണം, ഒപ്പിട്ട് മൊഴി കൊടുക്കണം. എങ്കിൽ മാത്രമേ ആ കേസ് നിലനിൽക്കുള്ളൂ. ഇതാണ് 173(2) BNSC പറയുന്നത്. ഈ ഒരു കേസിനകത്ത് അത് സംഭവിച്ചിട്ടില്ല. പിന്നെ മെഡിക്കൽ എക്സാമിനേഷൻ നടത്തണമായിരുന്നു. അത് ഇതുവരെ നടത്തിയിട്ടില്ല. അതിനുശേഷമൊക്കെ ഒരു അറസ്റ്റ് പാടുള്ളൂ. കാരണം അന്വേഷണ ഉദ്യോഗസ്ഥന് ബോധ്യം വരണം. ആദ്യത്തെ ഇതിൻ്റെ FIR തന്നെ ഇലക്ട്രോണിക്സ് ആണ്. 3 ദിവസത്തിന് അവർ ഇന്ത്യയിൽ വന്നില്ല. അവരുടെ മൊഴി കൊടുത്തില്ല. രണ്ടാമത് അത് വീഡിയോഗ്രാഫി ചെയ്യണം അവരുടെ മൊഴി എടുക്കുന്നത്. അത് ഒരു വനിതാ പോലീസായിരിക്കണം മൊഴി എടുക്കുന്നത്. അങ്ങനെയൊക്കെ 173 BNSൽ പറയുന്നത്. അത് തന്നെയല്ല, FIR എടുക്കാൻ ഡിലേ ഇതിനകത്ത് വന്നിട്ടുണ്ട്. അത് 171 തന്നെ പറയുന്നുണ്ട് BNSൽ. ആ ഡിലേ വളരെ സംശയാസ്പദമാണ്, അത് സീരിയസ് ഡൗട്ട് അതിനകത്തുണ്ട് എന്ന് ഈ BNSC തന്നെ പറഞ്ഞിട്ടുണ്ട്. അത് ഓർമ്മപ്പെടുത്തുന്നുണ്ട് അന്വേഷണ ഉദ്യോഗസ്ഥന്മാരെ. അപ്പം ഈ കേസിനെ സാക്ഷി നമുക്കറിയാം, സമാനമായ രീതിയിലുള്ള 2 കേസുകൾ നേരത്തെ ഉണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായിട്ട് ആ കേസിനകത്ത്, ആദ്യത്തെ കേസിനകത്ത് അദ്ദേഹത്തിന് ജാമ്യം ലഭിച്ചു. ഒരു കേസിനകത്ത് അദ്ദേഹത്തിന് അറസ്റ്റ് തടഞ്ഞു. അപ്പോൾ 2 കേസിനകത്ത് ജാമ്യം ലഭിച്ച പോലെ തന്നെയാണ്. ആ കേസ് നിലനിൽക്കില്ല എന്നൊക്കെ തുടക്കം മുതലേ എല്ലാവർക്കും അറിയാം. ഇപ്പോൾ എടുത്തിരിക്കുന്ന കേസ് ഒട്ടും നിലനിൽക്കില്ല. കാരണം എല്ലാം കോൺട്രഡിക്ടറിയാണ്. നമ്മൾ ഈ BNSC പറയുന്ന ആ കാര്യങ്ങളൊന്നും SIT അല്ലെ പോലീസ് തന്നെ ഇത് അനുസരിച്ചിട്ടില്ല. എവിടെയാണ് കേസ് രജിസ്റ്റർ ചെയ്ത്? തിരുവല്ലയിലായിരിക്കാനാണ് സാധ്യത. അവിടെ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ മൊഴി എടുത്ത SHO ആ മൊഴി ഇലക്ട്രോണിക്സായിട്ട് വന്ന ആൾക്കാരുടെ മൊഴി രേഖപ്പെടുത്തണം. 3 ദിവസത്തിനാവും. അത് വീഡിയോഗ്രാഫി ചെയ്യണം. ഇതൊന്നും ഇവിടെ നടന്നിട്ടില്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അത് തന്നെയല്ല, ഈ സംഭവം, ആരോപിക്കപ്പെടുന്ന സംഭവം 2024 ഏപ്രിൽ ഭാഗത്തെങ്ങാണ്ടാണ്. അത് തന്നെ ഈ BNSനകത്ത് പറയുന്നുണ്ട്. അത്രയും ഡിലേ ഉള്ള ഒരു FIR വിശ്വസിക്കാൻ കഴിയില്ല. ആ പരാതി അത് തീർച്ചയായിട്ടും ദുരുദ്ദേശപരമാണ് എന്നുള്ളൊരു ധ്വനി തന്നെയാണ് അതിനകത്ത് വരുന്നത്. അതുകൊണ്ട് ഈ 2 കേസിനകത്ത് ജാമ്യം നിന്ന ആളെ തീർച്ചയായിട്ടും ഒരു നോട്ടീസ് കൊടുത്താൽ, അല്ലെങ്കിൽ ഫോണിൽ കൂടെ വിളിച്ചു പറഞ്ഞാൽ അയാൾ ഓടി വരും. കാരണം അല്ലെങ്കിൽ ബെയിൽ കണ്ടീഷൻ ക്യാൻസലായി പോകും. ബെയിൽ കൊടുത്തപ്പം പോലീസിൻ്റെ അന്വേഷണവുമായിട്ട് സഹകരിക്കണം, എപ്പം വിളിച്ചാലും ഓടി വരണം എന്ന് തന്നെയായിരുന്നു കണ്ടീഷൻ. പക്ഷേ ഇവിടെ അതൊന്നും ഉണ്ടായില്ല. പകരം FIR എടുത്തിട്ട് ഉടൻ തന്നെ അവർ ആ BNSC പറയുന്ന നിയമപുസ്തകത്തിൽ പറയുന്ന കാര്യങ്ങളൊന്നും അനുസരിക്കാതെ നേരെ പോയി അറസ്റ്റ് അങ്ങ് നടപ്പാക്കുമായിരുന്നു. അപ്പോൾ അറസ്റ്റിലേക്കായിരുന്നു അവർക്ക് കൂടുതൽ താല്പര്യം. 1.25 വർഷം മുമ്പ് നടന്ന ആരോപിക്കപ്പെട്ട ഒരു സെക്ഷൽ അസോൾട്ട്, അത് അവർ തന്നെ ഇങ്ങേരുമായിട്ട് സോഷ്യൽ മീഡിയ പരിചയപ്പെട്ട് അവർ തന്നെ വിളിച്ചു വരുത്തിയതാണ്. അവർ ആ തിരുവല്ലയിലെ 5 സ്റ്റാർ ഹോട്ടലിൽ മുറിയെടുക്കുന്നത് അവരുടെ പേരിലാണ്. അവിടെ രാഹുൽ മാങ്കൂട്ടം വന്നു എന്നാണ് ആരോപിക്കപ്പെടുന്നത്. അവർ അതിൻ്റെ ഒരു ഭ്രൂണം എടുത്തു വെച്ചിട്ടുണ്ടെന്ന് പറയുന്നു. അതൊരു അന്വേഷണ ഉദ്യോഗസ്ഥൻ ചെയ്യേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ അതിൽ തന്നെ ദുരുദ്ദേശപരമായ നീക്കം തന്നെയാണ് ഉണ്ടായതെന്ന്. കാരണം അയാളെ കുരുക്കാൻ തന്നെയാണ്. ഇവർ മാരീഡാണോ ഇല്ല, മാരീഡാണെന്നാണ് ഇപ്പോൾ അറിയപ്പെടുന്നത്. ആണോ ഇല്ലയോ നമുക്ക് കൃത്യതയില്ല. എന്തായാലും ഒരു മാരീഡ് വുമൺ ഇങ്ങേരുമായിട്ട് സോഷ്യൽ മീഡിയ കൂടെ പരിചയപ്പെട്ട് അവർ ഇവിടെ വന്ന് ഒരു ഹോട്ടലിൽ താമസിച്ചു. അവിടെ ഇയാൾ വന്നു, അങ്ങനെ ബന്ധപ്പെട്ടു, ക്രൂരമായി പീഡിപ്പിച്ചു എന്നൊക്കെയാണ് ആരോപണം.
അതേസമയത്ത് ഇവർ ഈ പീഡിപ്പിച്ചെന്ന് പറഞ്ഞ ആരോപിക്കട്ട ആൾക്ക് അവർ സാമ്പത്തിക സഹായം ചെയ്തിട്ടുണ്ട്. 1-2 പ്രാവശ്യം അവർ വിദേശത്ത് അവരുടെ സ്ഥലത്തേക്ക് ഇയാൾ ചെല്ലുകയും ചെയ്തിട്ടുണ്ട്. അതിന് അവർ തന്നെ ഇദ്ദേഹത്തിന് അതിൻ്റെ ഫെയർ ചാർജ് ടിക്കറ്റ് എടുത്ത് കൊടുക്കുകയും ചെയ്തു. അതുകൂടാതെ ഇദ്ദേഹത്തിന് കോസ്റ്റ്ലി ആയിട്ടുള്ള പല വസ്ത്രങ്ങൾ, ചെരുപ്പുകൾ, വാച്ചുകൾ, അങ്ങനെയുള്ള സാധനങ്ങൾ ഇവർ വോളണ്ടറി ചെയ്ത് അങ്ങനെ കൊടുക്കുകയുണ്ട്. അപ്പോൾ രണ്ടുപേരും തമ്മിൽ ഇൻറ്റിമസിയാണ്, പ്രായപൂർത്തിയായവരാണ്, അവർ വിവാഹിതയാണ്. അങ്ങനെയൊക്കെയുള്ള വരുന്ന സമയത്ത് നമുക്ക് ഈ റേപ്പിൻ്റെ സെക്ഷൻ നിലനിൽക്കത്തില്ല. അത് തന്നെയല്ല, ഇതിനകത്ത് റേപ്പ് ചെയ്തെന്ന് പറഞ്ഞ ശേഷം പരാതിപ്പെട്ടിരിക്കുന്ന 1 വർഷം 1.25 വർഷം കഴിഞ്ഞെന്ന് പറഞ്ഞാൽ ആ ഡിലേക്ക് പ്രത്യേകമായ കാരണങ്ങളുണ്ട്. നമ്മൾ എവിടെയെങ്കിലും ഒരാൾ റേപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് അവിടുത്തെ SHOയെ പോയി കണ്ട് മൊഴി കൊടുത്ത് കേസെടുക്കുകയാണ് എന്നാണ് നിയമപുസ്തകത്തിൽ പറയുന്നത്. ഇവിടെ അങ്ങനെയൊന്നുമല്ല സംഭവിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഈ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ തീർച്ചയായിട്ടും ഇതിനകത്ത് ബുദ്ധിമുട്ടും എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം നിയമത്തെ വളച്ചൊടിക്കരുത്, രാഷ്ട്രീയപരമായിട്ട് അതിനെ കാണരുത്. കാരണം ഇത് ഇപ്പോൾ എടുത്തിരിക്കുന്ന കേസും അത് സാധാരണ നമ്മളൊരു റേപ്പ് ഉണ്ടാകുന്നത് ഏത് സാഹചര്യത്തിലാണ്? ബലം പ്രയോഗിച്ച് റേപ്പ് ചെയ്യും, പരിചയമില്ലാത്തവരായിരിക്കാം, ചിലപ്പോൾ പരിചയമുള്ളവരായിരിക്കും, അവർ പോലും പ്രതീക്ഷിക്കാത്ത സമയത്തുള്ളൊരു റേപ്പ്, അത് തീർച്ചയായിട്ടും റേപ്പിൻ്റെ പരിഗണനയിലേക്ക് വരും. ഇത് തമ്മിൽ പരിചയമുള്ളവരും കല്യാണം കഴിച്ചവരും അത് തന്നെയല്ല അവരെ രാഹുൽ മാങ്കൂട്ടത്തിനെ അവർ താമസിക്കുന്ന സ്ഥലത്തേക്ക് ഇൻവൈറ്റ് ചെയ്യുകയാണ്, വിളിച്ചു വരുത്തുകയാണ്. അതൊരു റേപ്പിൻ്റെ പരിധിയിൽ ഒരിക്കലും വരില്ല. ഈ കേസ് നിലനിൽക്കില്ല എന്ന് തന്നെയാണ്. എന്തായാലും പോലീസിന് 3 ദിവസത്തേക്ക് പോലീസിന് ഇയാളെ കസ്റ്റഡി കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് കോടതിയിൽ റിക്വസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ കേസ് ഒരു ഇൻവെസ്റ്റിഗേഷൻ നടത്തേണ്ട ആവശ്യമുണ്ട് എന്ന് കോടതിക്ക് തോന്നിയിട്ടുണ്ടാവാം. കാരണം റേപ്പ് ആയതുകൊണ്ടാണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ഈ കേസ് നിലനിൽക്കും എന്ന് നമുക്ക് പറയാറായിട്ടില്ല. എങ്കിലും രാഹുലിൻ്റെ ഇപ്പോഴെടുത്ത കേസ് കൂടാതെ ഇനിയും സമാനമായ രീതിയിൽ കേസുകൾ ധാരാളം വരാനുള്ള സാധ്യത ഞാൻ കാണുന്നുണ്ട്. കാരണം ഇലക്ഷനാണ്, ഇത് രാഷ്ട്രീയ പ്രേരിതമാണ്. കാരണം ഇലക്ഷന് തൊട്ട് മുമ്പ് തീർച്ചയായിട്ടും പല സമാന രീതിയിലുള്ള പരാതികൾ വരും. അത് തന്നെയല്ല, എല്ലാ പരാതിയും നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് ഒരേ രീതിയിലുള്ള ഡ്രാഫ്റ്റിംഗ് സ്കില്ല് ഉള്ള ഒരാൾ ഒരേ രീതിയിൽ തന്നെയാണ് ആ മൊഴി രേഖപ്പെടുത്തിയിരിക്കുന്നത്. അത് തന്നെയല്ല, നിയമത്തെ പറ്റി അല്പം അറിവുള്ള ഒരാൾ അതിൻ്റെ ഭ്രൂണം വരെ പ്രിസർവ് ചെയ്തിരിക്കുകയാണ്. കാരണം കേസിനകത്ത് കുരുക്കി ശിക്ഷിപ്പിക്കണ ഉദ്ദേശിച്ചുകൊണ്ടുള്ള ഒരു എഴുത്ത് തന്നെയാണ്, അത് ഒരു മൊഴി തന്നെയാണ്. പക്ഷെ അങ്ങനെയല്ല നിയമം ചെയ്യുന്നത്. അത് നാച്ചുറലായിട്ട് വരണം അന്വേഷണം. അതിൽ പോലീസ് ഉദ്യോഗസ്ഥൻ അത് കണ്ടെത്തണം. കാരണം ഇവർ പറയുന്ന വസ്തുതകളെല്ലാം അന്വേഷിക്കാൻ ആ SHO ബാധ്യസ്ഥനാണ്. ആ ഒരു SIT ഈ ടീം കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്നവരാണോ ഈ കേസ് എടുത്തതെന്നൂടെ പോയി നോക്കേണ്ടിയിരിക്കുന്നു. കാരണം അത് തിരുവല്ലയിലെ SHOയ്ക്ക് അത് രജിസ്റ്റർ ചെയ്ത ശേഷം അവിടുന്ന് അത് ട്രാൻസ്ഫർ ചെയ്യാനേ പറ്റുള്ളൂ. അത് തന്നെയല്ല, അവർ ഭ്രൂണം സ്വീകരിച്ചിട്ടുണ്ട് എന്ന് പറയുന്നത് എങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. തിരുവല്ലായി വെച്ചുള്ള സ്വീകരണമാണോ, ആ സമയത്താണോ, അതോ ഇയാൾ അവരോടൊപ്പം വിദേശത്ത് ചെന്ന സമയത്ത് എടുത്തതാണോ? ഇവിടെ ആരോപിക്കപ്പെടുന്ന വിദേശത്തെ ഒരു റേപ്പും ഒന്നുമല്ല ആരോപിക്കപ്പെടുന്നത് തിരുവല്ലയിലെ ഹോട്ടലിൽ വെച്ചുള്ളതാണ്. അവിടുത്തെ ആണോ ഭ്രൂണം സൂക്ഷിച്ചത്, അത് ഇങ്ങേരുമായിട്ടുള്ള നേരത്തെയുള്ള അക്വൈൻറ്റൻസിലെ വിദേശത്ത് ചെന്നിട്ടുണ്ടല്ലോ ആ സമയത്തുള്ളതാണോ? ഇങ്ങനെയൊക്കെ സ്വാഭാവികമായിട്ട് ധാരാളം പ്രശ്നങ്ങൾ, നിയമപ്രശ്നങ്ങൾ ഇതിനകത്ത് വരും. അതുകൊണ്ട് ഈ കേസ് ഒരു പാളിപ്പോയ കേസ് തന്നെ എന്ന് പറയേണ്ടി വരും. നിയമപരമായിട്ട് ഈ കേസ് നിലനിൽക്കില്ല എന്നാണ് ഞാൻ കരുതുന്നത്.